വിദ്യാഭ്യാസ രംഗത്തെ കോഴ്സുകൾ പുനഃക്രമീകരിക്കുക സർക്കാർ ലക്ഷ്യം. മന്ത്രി മോൻസ് ജോസഫ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ അധ്യയന വർഷം +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന എംപിയുടെ എക്സലൻസ് അവാർഡ് 2026 വിതരണം ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെയെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞു. സർവകലാശാലകൾ വിദ്യാഭ്യാസത്തിന്റെ ശ്രീകോവിലാണ്. അവിടെ രാഷ്ട്രീയ തർക്കങ്ങൾ അനുവദിക്കുവാനാവില്ല. 3 വർഷ ബിരുദ കോഴ്സുകൾ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് 4 വർഷമാക്കിയത്. കോഴ്സുകളുടെ പുനഃക്രമീകരണം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ കുട്ടികൾക്ക് അനുയോജ്യമായ പഠനക്രമം ഒരുക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുയോജ്യമായ, കേരളത്തിലെ കുട്ടികൾക്ക് തൃപ്തികരമായി പഠിക്കാൻ കഴിയുന്ന, കേരളത്തിലെ രക്ഷിതാക്കൾക്ക് സ്വീകാര്യമായ ഒരു പഠന ക്രമീകരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും നടപ്പാക്കാൻ കഴിയണം. അതിന് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പ്രയത്നത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും രക്ഷിതാക്കളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സ്റ്റേറ്റ് സിലബസിൽ സ്കൂളിൽ നിന്നോ +2 SSLC പരീക്ഷകളിലും CBSE സ്കൂളുകളിൽ നിന്നും +2 പരീക്ഷയിലും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മുഴുവൻ പ്രതിഭകളെയും ചടങ്ങിൽ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു. മന്ത്രി മോൻസ് ജോസഫും ഡീൻ കുര്യാക്കോസ് എംപിയും അവാർഡുകൾ വിതരണം ചെയ്തു. സോമി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന 10,000 രൂപ ഫസ്റ്റ്. പ്രവീൺ, കൃഷ്ണജിത്ത് പ്രവീൺ, ദേവപ്രിയ. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ റോയ് കെ പോലോസ് MLA, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നെ, വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് K ബാലസിംഗ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് ദേവസ്യ, മിനി സാബു, ഷൈനി സജി, മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ബിന്നി, വാത്തുക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, റൈസ് പദ്ധതി കോർഡിനേറ്റർ VD എബ്രഹാം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, ഇസാഫ് ബാങ്ക് പ്രതിനിധികൾ, ഇൻസെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി.